ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഈ പാഠഭാഗം ആരെക്കുറിച്ചുള്ളതാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെക്കുറിച്ചുള്ളൊരു ലേഖനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുക ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി തീർന്നു എന്നുള്ളതാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തി വളർന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയായി എങ്ങനെ മാറി, ഈ ഒരു മാറ്റം, ഈ ഒരു പരിണാമം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുക. അതിന് കുറച്ച് ഉദാഹരണങ്ങളും അദ്ദേഹത്തിന് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാണേണ്ടി വന്നിട്ടുള്ള ചില ദൃശ്യങ്ങളും അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു, അത് അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുത്തു, നമ്മൾ കാണുന്ന ഗാന്ധിജിയായിട്ട് അദ്ദേഹം എങ്ങനെ മാറി, അതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുക. ഓക്കെ, ഗാന്ധിജിയുടെ ജീവിതം എല്ലാവർക്കും വലിയ പ്രേരണയാണ്, ഇൻസ്പിറേഷനാണ്. കാരണം ഗാന്ധിജി കുട്ടിക്കാലത്ത് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാഴ്ചകളിൽ നിന്ന് അദ്ദേഹം പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വയം നവീകരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഗാന്ധിജി. ആ നവീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുക. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാജാ ഹരിശ്ചന്ദ്ര നാടകം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സത്യം മാത്രം പറയണം, ജീവിതത്തിൽ സത്യം മാത്രം പറയണം എന്നൊരു പ്രേരണ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടെ ഒരു എഴുത്ത് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഏൽപ്പിക്കുമ്പോൾ പിതാവ് അത് വായിച്ചിട്ട് കരയുകയാണ്. ഗാന്ധിജിയെ വഴക്കു പറയുകയോ അടിക്കുകയോ ഒന്നുമല്ല ചെയ്തത്, പിതാവ് ആ എഴുത്ത് വായിച്ചിട്ട് കരയുന്നു. ആ കണ്ണുനീര് സ്വയം ഗാന്ധിജിയെ നവീകരിക്കാൻ സഹായിച്ചു എന്ന് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഗാന്ധിജിയെക്കുറിച്ച്. അതുകൂടാതെയുള്ള മറ്റ് ചില കാര്യങ്ങൾ ആണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ലൈക്ക് ചെയ്തോളൂ, ഇപ്പോഴേ ചെയ്തോളൂ, കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് ക്ലാസ് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. ആരും ഇതുവരെയും മോശം കമൻറ്റുകൾ എന്ന് വെച്ചാൽ ക്ലാസ് കൊള്ളൂലായിരുന്നു എന്നുള്ള കമൻറ്റൊന്നും ആരും ഇതുവരെ എഴുതിയിട്ടില്ല, എഴുതിയവർ മാത്രം. അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ശരി കുഞ്ഞുങ്ങളെ, നമുക്ക് പാഠം പഠിച്ചു തുടങ്ങാം. നേരെ പാഠഭാഗത്തേക്ക് പോകാം. ഓക്കെ, കുട്ടികളെ, ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് പ്രേരണാത്മകമായിട്ടുള്ള, അനുകരണീയമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ എടുത്തുകൊണ്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 20 जनवरी 1947 में मध्य प्रदेश के इंदौर में जन्म. അദ്ദേഹം ജനിച്ചത് 1947 ജനുവരി 20-ാം തീയതി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. സമകാलीन हिंदी साहित्य जगत में अपनी कहानियों और उपन्यासों के लिए विख्यात. സമകാലീന ഹിന്ദി സാഹിത്യത്തിൽ തൻ്റെ കഥകളിലൂടെയും അതേപോലെ നോവലുകളിലൂടെയും, ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ എന്നാണ് മീനിങ്, നോവലുകളിലൂടെയും വിഖ്യാതനാണ് സ്വയം പ്രകാശ്. പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ സൂരജ് കബ് നികലേഗ, ആയെങ്കെ അച്ഛേ ദിൻ ഭി, ആത്മീ ജാത് കാ ആത്മീ, ये सब आपका कहानी संग्रह है, जलते जहाज पर, बीच में विनय, ഉത്തർ ജീവൻ കഥ, ये सब आपके ഉപന്യാസ് है. കഥകളും നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ചില ബഹുമതികളാണ് അടുത്തത്. പഹൽ സമ്മാൻ, രാജസ്ഥാൻ സാഹിത്യ അക്കാദമി സമ്മാൻ, ആനന്ദ് സാഗർ കഥാക്രം സമ്മാൻ, ആദിസെ സമ്മാൻ തുടങ്ങിയ ബഹുമതികളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വയം പ്രകാശാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഗാന്ധിജി കൈസേ ബനെ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം, ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ലേഖനം വായിച്ച് മനസ്സിലാക്കാം. ലേഖനത്തിന്റെ പേര് ഗാന്ധിജി കൈസേ ബനെ. ഓക്കെ, ഗാന്ധിജി എങ്ങനെയാണ് ഗാന്ധിജിയായി മാറിയതെന്ന് നമുക്ക് പഠിക്കാം. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो
जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में ചോല ടാങ്ക് രഖാ ഹോ. ആദ്യമേ ലേഖകൻ നമ്മളോട് ചോദിക്കുന്നു, സ്വയം പ്രകാശ് നമ്മളോട് ചോദിക്കുന്നു, ക്യാ തും ഏക് ഏസേ ഗാന്ധിജി കി കൽപ്പന കർ സക്തേ ഹോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാന്ധിജിയെ സങ്കല്പിക്കാൻ കഴിയുമോ? എങ്ങനെ ഒരു ഗാന്ധിജിയാണ്? കൈസേ? ജിനോനെ കുർത്ത പാജാമ പഹൻ രഖാ ഹോ. ഏത് വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്? കുർത്തയും പൈജാമയും, നീളൻ കുപ്പായവും പൈജാമ എന്ന് പറയുന്ന പാൻറ്റും ഇട്ടിരിക്കുന്ന ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നമുക്ക് പ്രയാസമായിരിക്കും. കാരണം നമ്മൾ കാണുന്ന ഗാന്ധിജി ഒരു മുണ്ട് ഉടുത്തിരിക്കുന്ന ഗാന്ധിജിയാണ്, ഒറ്റ മുണ്ട് ധരിച്ചിരിക്കുന്ന ഗാന്ധിജിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുർത്ത പൈജാമ ധരിച്ചിരിക്കുന്ന ഗാന്ധിജിയെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് പ്രയാസമായിരിക്കും അല്ലേ? കാരണം നമ്മുടെ മനസ്സിൽ അത്തരം ഒരു സങ്കല്പം പെട്ടെന്ന് കടന്നു വരത്തില്ല. തീർന്നിട്ടില്ല. ജിൻകെ പാവുമേൻ ചപ്പൽ, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചെരുപ്പുണ്ട്. ഔർ സർപ്പർ ഖൂബ് സാരേ ബാൽ, അതുപോലെ തലയിൽ ധാരാളം മുടി. ഉൻപർ ഗാന്ധി തോപ്പി ഹോ, അതിൽ ഗാന്ധി തൊപ്പി വെച്ചിരിക്കുന്നു. ജിനോനെ ബച്ചോങ്കെ സ്കൂൾ ബാഗ് കി തരഹ്, അദ്ദേഹം കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലൊരെണ്ണം ഗലേമേ ചോല, ആ തോളിലൂടെ ഒരു സഞ്ചി ഢാങ്ക് രഖാവ് തൂക്കിയിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാണ് ലേഖകൻ നമ്മളോട് ചോദിക്കുന്നത്. ലേഖകൻ നമ്മളോട് സങ്കല്പിക്കാൻ പറയുന്ന ഗാന്ധിജി എങ്ങനെയുള്ള ആളാണ്? അതെ, കുർത്ത പൈജാമ പഹൻ രഖാ ഹോ, പാവ് മേം ചപ്പൽ ഹോ, സർ पर बाल हो, गांधी टोपी पहने हो और बच्चों की स्कूल बैग जैसे एक झोला गले में ढांक रखा हो. ऐसे गांधी जी की संकल्प करना हमारे लिए मुश्किल है. क्यों? क्योंकि हम ऐसे ഗാന്ധിജി को नहीं देखा है. ഇങ്ങനെ ഒരു ഗാന്ധിജിയെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു രൂപത്തിൽ ഗാന്ധിജിയെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷേ നോക്കൂ, ഹാം ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖത്തെ ഹേ വൈസെ ഹമേശാ സേ നഹീം ഥേ. അതേപോലെ എല്ലായ്പ്പോഴും ആയിരുന്നില്ല. ഹമേശാ സേ നഹീം ഥേ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ആയിരുന്നില്ല. ഗാന്ധിജി എങ്ങനെയാണോ ഫോട്ടോയിൽ കാണുന്നത്, വൈസെ അതേപോലെ എല്ലായ്പ്പോഴും ആയിരുന്നില്ല. നമ്മൾ ഗാന്ധിജിയെ ഫോട്ടോയിൽ കാണുന്നത് കണ്ണാടി വെച്ച് തല മുണ്ടനം ചെയ്ത് ചെരുപ്പിടാതെ ഒറ്റ മുണ്ട് മാത്രം വസ്ത്രമാക്കിയിരിക്കുന്ന ഗാന്ധിജിയെ നമ്മൾ കാണുന്നു. പക്ഷേ ഗാന്ധിജി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ രൂപത്തിൽ മാത്രമല്ല, അദ്ദേഹം പെരുമാറ്റത്തിലും നമ്മുടെ സങ്കല്പത്തിലുള്ള ഗാന്ധിജി ആയത് എങ്ങനെയാണ്? അതെ, വേ ധീരെ ധീരെ ഗാന്ധി ബനെ, അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ഗാന്ധിജിയായി തീർന്നത്. കൈസെ, എങ്ങനെ? അപ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള, നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഗാന്ധിജി ഉണ്ടായത് വളരെ പതുക്കെയാണ്, ധീരെ ധീരെ. അതെങ്ങനെയാണ്? അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ബച്ചുപ്പൻ മേ ഗാന്ധിജിക്കോ അന്ധേരെ സേ ഡർ ലഗ്താ ഥാ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു അല്ലേ? നമ്മളിൽ ചിലവർക്കും ഇരുട്ടിനെ ഭയമാണ്. അതേപോലെ ഗാന്ധിജിക്കും ഇരുട്ടിനെ ഭയമായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് തോന്നുക? ഉനേ ലഗ്താ ഥാ കോയി ഭൂത് ആക്കർ ഉനേം പകട് ലേക. അദ്ദേഹത്തിന് തോന്നി ഇരുട്ടിൽ ഏതെങ്കിലും ഭൂതം വന്ന് അദ്ദേഹത്തിനെ പിടിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. പക്ഷേ നോക്കൂ, ബഡേ ഹോക്കർ വേ ഖുദ് ഏസേ ഹോ ഗയേ കി അംഗ്രേസ് ഹുക്കൂമത്ത് ഉൻസേ ഡർനെ ലഗി. പക്ഷേ മുതിർന്നപ്പോൾ അദ്ദേഹം എങ്ങനെ ആയിത്തീർന്നു? ബഡേ ഹോക്കർ വേ കൈസേ ബനെ अंग्रेज हुकूमत उनसे डरने लगे. छोटे बचपन में गांधी जी अंधेरे से डरते थे. वो सोचते थे अंधेरे में कोई भूत आकर उन्हें पकड़ेगा. लेकिन बड़े होकर क्या हुआ? अरे अंग्रेजों ने उनसे डरने लगे. സാമ്രാജ്യത്വ ശക്തികൾ ആരുടെ മുന്നിൽ ഭയന്നു? ഗാന്ധിജിയുടെ മുന്നിൽ ഭയന്നു. അതാണ് അദ്ദേഹത്തിനുണ്ടായ മാറ്റം. മാനോ വേ കോയി ഭൂത് ഹോ. ഏതുപോലെയാണ് അവർ ഭയന്നത്? ഇംഗ്ലീഷുകാര് അദ്ദേഹത്തെ ഒരു ഭൂതത്തെ പോലെ, ഒരു ഭൂതത്തെ കണ്ടാൽ എന്നതുപോലെ ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ ഭയക്കാൻ തുടങ്ങിയപ്പോൾ, അദ്ദേഹം വളർന്ന് വലുതായപ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് അദ്ദേഹത്തെ നേരിടേണ്ടി വന്നപ്പോൾ. നോക്കൂ, ജബുനെ കട്ടിയാവാട് ഹൈസ്കൂൾ മേം പഹലി കക്ഷാ മേം ഭർത്തി കരായ ഗയാ തബ് ഉൻകി ഉമ്ർ ഥി 11 സാൽ. കട്ടിയാവാടിലുള്ള ഹൈസ്കൂളിൽ ആദ്യത്തെ ക്ലാസ്സിൽ പഹലി കക്ഷാ മേം,
ഭർത്തി കരായ, അദ്ദേഹത്തിന് ചേർക്കുമ്പോൾ, അദ്ദേഹത്തിന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉൻകി ഉമ്രധി, അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 11 സാൽ. അവർ ഉനേം ജോ വിഷയ് പഠായേ ജാത്തേ थे, ആ കട്ടിയാവാട് ഹൈസ്കൂളിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അദ്ദേഹത്തെ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? വേദ, അതായിരുന്നു ഇതിഹാസ്, ഹിസ്റ്ററി, ഭൂഗോൾ, ജോഗ്രഫി, ഗണിത്, മാത്തമാറ്റിക്സ്, അംഗ്രേസി, ഇംഗ്ലീഷ്. അപ്പോൾ കട്ടിയാവാട് ഹൈസ്കൂളിൽ ചേരുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എത്രയാണ്? 11 വയസ്സ്. അതേപോലെ അവിടെ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് എന്തൊക്കെയാണ്? ചരിത്രവും ഭൂമിശാസ്ത്രവും കണക്കും ഇംഗ്ലീഷും അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു. സ്കൂൾ കി ഫീസ് തീ, സ്കൂളിലെ ഫീസ് എത്രയായിരുന്നു അറിയാമോ? 8 ആനെ പ്രതിമാഹ്, പ്രതിമാസം 8 അണ, അതായത് ഓരോ മാസവും 8 അണയായിരുന്നു ഫീസ്. യാനി 8 അണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50 പൈസേ ഹർ മഹീനെ, എല്ലാ മാസവും എത്ര പൈസ? 50 പൈസ, 8 അണ അല്ലെങ്കിൽ 50 പൈസയായിരുന്നു ആ സ്കൂളിലെ ഫീസ്. ഇനി അടുത്ത് നോക്കൂ. പഹലി പരീക്ഷാമേ ഗാന്ധിജി 34 ബച്ചോ മേ സെ 32വേं സ്ഥാൻ പർ രഹേ. ആദ്യ പരീക്ഷയിൽ ഗാന്ധിജി 34 കുട്ടികളിൽ 32വേं സ്ഥാൻ പർ, 32ാം സ്ഥാനത്തായിരുന്നു. അവർ 2 വിഷയോ മേ തോ ഉനേം 0 മില, 2 വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന് എത്ര മാർക്കാണ് കിട്ടിയത്? 0 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഗാന്ധിജി പഠിക്കാൻ വളരെ സമർത്ഥനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നോ? അല്ല. കട്ടിയാവാട് ഹൈസ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 11 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ച വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് വളരെ കഠിനമായിരുന്നു. 34 കുട്ടികളിൽ അദ്ദേഹം 32ാം സ്ഥാനത്താണ് വന്നത്. 2 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് 0 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഗാന്ധിജി കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയന്നിരുന്ന ഗാന്ധിജി, പഠിക്കാൻ അത്ര സമർത്ഥനല്ലായിരുന്ന ഗാന്ധിജി മുതിർന്നപ്പോൾ എത്ര മഹത്വത്തിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്കൂളിൽ മാർക്ക് കുറച്ച് മേടിക്കുന്നവരെയൊക്കെ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ സമർത്ഥരല്ലാത്തവരെയൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്, അല്ലേ? രക്ഷകർത്താക്കളും അധ്യാപകരൊക്കെ വഴക്ക് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ കഠിന പരിശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതം. നോക്കൂ. ഇംഗ്ലണ്ട് പഠിനെ ഗയേ തോ ഉൻകെ ലിയേ ഖൂബ് സാരെ കപ്പടേ സിൽവായേ ഗയേ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വസ്ത്രങ്ങൾ, ഖൂബ് സാരെ കപ്പടേ, ധാരാളം വസ്ത്രങ്ങൾ സിൽവായേ ഗയേ, തയ്പ്പിച്ചു. അപ്പോൾ നമ്മൾ കാണുന്ന ഗാന്ധിജി ധാരാളം വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളാണോ? അല്ല. പക്ഷേ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കോട്ടും സ്യൂട്ടും ഉൾപ്പെടെ ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിക്കേണ്ടതായിട്ട് വന്നു. ദക്ഷിണാഫ്രിക്കാമേ കുർത്ത ധോത്തി പഹന്നേലെ, ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ അദ്ദേഹം മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. കുർത്ത ധോത്തി, ധോത്തി മുണ്ട്. അവർ ഭാരതായത്തോ വേ ഏക് ബാർ മധുരൈ ഗയേ. ഭാരതത്തിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം മധുരയിലേക്ക് പോയി ഭാഷണത്തിനെ പ്രസംഗിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നോക്കൂ, ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ ഗാന്ധിജി മുണ്ടും ഷർട്ടും ധരിച്ചിരുന്നു. ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ഗാന്ധിജി അവിടെ ധരിക്കുന്നതിന് വേണ്ടി ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം മധുരൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് വേണ്ടി പോയി. വഹാമേക്ക ഔരത് കോ ദേഖ, അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ആര് കണ്ടു? മഹാത്മാഗാന്ധിനെ ദേഖ. जो तालाब में अपनी धोती धो रही थी, वो औरत क्या कर रही थी? താലാബ് മേ അപ്പനി ധോത്തി ധോ രഹി ഥി. കുളത്തില്, താലാബ് പോണ്ട്, കുളത്തില് അവരുടെ വസ്ത്രം, അവരുടെ മുണ്ട് ധോത്തി ധോ രഹി ഥി, കഴുകുകയാണ്. ലേക്കിൻ കൈസേ, പക്ഷേ എങ്ങനെ? ആ സ്ത്രീ എങ്ങനെയാണ് താലാബില്, ആ കുളത്തില് തൻ്റെ വസ്ത്രം, തൻ്റെ മുണ്ട് എങ്ങനെയാണ് കഴുകുന്നത്? ആധി പെഹൻതി ഥി, അവർ പകുതി വസ്ത്രം ധരിക്കും. അവർ ബാക്കി ആധി ധോത്തി ഥി, പകുതി മുണ്ട് ധരിക്കും, അതിനുശേഷം അവർ ബാക്കി ഭാഗം, പകുതി ഭാഗം കഴുകും. എന്നിട്ട് ഫിർ ധുലി ഹുയി കോ പെഹൻ ലേത്തി, അലക്കിയ ഭാഗം ധരിക്കും, അലക്കിയ ഭാഗം ഉടുക്കും. അവർ ശേഷ് കോ ധോത്തി ഥി, എന്നിട്ട് അവശേഷിച്ച ഭാഗം അവർ കഴുകും. അപ്പോൾ ഗാന്ധിജി മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീ വസ്ത്രം കഴുകുന്നതായിട്ട് കണ്ടു. എങ്ങനെയാണ്? അവർക്ക് ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ. ആ മുണ്ട് അവർ പകുതി ഉടുക്കും, പകുതി കഴുകും. കഴുകിയതിന് ശേഷം ആ ഭാഗം ഉടുക്കും, എന്നിട്ട് ബാക്കി ഭാഗം കഴുകും. അപ്പോൾ ആ സ്ത്രീയുടെ ദാരിദ്ര്യ അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? നോക്കൂ. ഉസ്കി ഹാലത് ദേഖ് കർ ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗയേ. അവരുടെ അവസ്ഥ, ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗയേ, ഗാന്ധിജിയുടെ മനസ്സ് പിടഞ്ഞു പോയി. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജിയുടെ മനസ്സ് പിടഞ്ഞു പോയി. അവർ ബസ് ഉസി സമയം ഉനോനെ, അവിടെ വെച്ച് തന്നെ, ആ സമയത്ത് തന്നെ അദ്ദേഹം ഫൈസല കർലിയ, തീരുമാനമെടുത്തു. ഫൈസല കർന, തീരുമാനം എടുക്കുക.
ആ സ്ഥലത്ത് വെച്ച് തന്നെ ആ സമയത്ത് തന്നെ ഗാന്ധിജി തീരുമാനിച്ചു എന്താണ് കി അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക, ഇനി ഞാൻ ഒരൊറ്റ വസ്ത്രം മാത്രമേ ധരിക്കൂ എന്ന് ആ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി തീരുമാനിച്ചു. എവിടെ വെച്ചാണ്? മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? അതെ, അവരവരുടെ വസ്ത്രം കഴുകുകയാണ്. അതെങ്ങനെയാണ്? പകുതി ധരിക്കുന്നു, പകുതി കഴുകുന്നു. കഴുകിയ ഭാഗം ഉടുക്കുന്നു, ബാക്കി ഭാഗം കഴുകുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ ദാരിദ്ര്യാവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജി അവിടെ വെച്ച് തീരുമാനിച്ചു, ഞാനിനി ഒരൊറ്റ മുണ്ട് മാത്രമേ ഉടുക്കൂ എന്ന് അദ്ദേഹം അവിടെ വെച്ച് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഗാന്ധിജിയുടെ വസ്ത്രധാരണത്തിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാദുമേം ഗോൽമേ സമ്മേളൻ കേലിയെ ലണ്ടൻ ഗേ, അതിനുശേഷം അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിന് ഗോൽമേ സമ്മേളൻ കേലിയെ വട്ടമേശ സമ്മേളനത്തിനായിട്ട് ലണ്ടനിലേക്ക് പോയി. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനിലേക്ക് പോയി. വഹാന്തോ ഖൂബ് സർദി പട്ടി ഹെ, അവിടെ വലിയ തണുപ്പാണ്. തോ വഹാങ്കെ ബച്ചെ പൂച്ഛത്തെ ഥേ, അവിടെയുള്ള കുട്ടികൾ ഗാന്ധിജിയോട് ചോദിച്ചു, ബാബാ തുമാരെ പത്തലൂൻ കഹാ ഗയി, താങ്കളുടെ ചൂട് വസ്ത്രങ്ങൾ എവിടെ പോയി എന്ന് അദ്ദേഹത്തിനോട് അവിടെയുള്ള കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി എന്താ പറയുന്നേ? ഗാന്ധിജി ഉനെ കോയി ജവാബ് നഹീം ദേത്തെ ഥേ, ഗാന്ധിജി അവർക്ക് ഒരു ഉത്തരവും നൽകിയിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? ബസ് ഹസ്കർ രഹ്ജാത്തെ, ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ ഗാന്ധിജി മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീയുടെ ആ ദുരവസ്ഥ കണ്ടിട്ട് ഇനിമേലാൽ ഒരൊറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ പോലും ഒരൊറ്റ മുണ്ടും മാത്രം ധരിച്ചാണ് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിൽ എടുക്കുന്ന പ്രതിജ്ഞകൾ ദൃഢനിശ്ചയത്തോടെ എടുക്കുന്നതാണ്. അതിൽ ഗാന്ധിജി ഒരു മാറ്റവും ഒരിക്കലും വരുത്താറില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. ഓക്കെ, അത് മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ നോക്കൂ, ഇംഗ്ലണ്ടിൽ പോയപ്പോൾ എന്താ പ്രശ്നം? കുട്ടികളൊക്കെ ചോദിച്ചു, താങ്കളുടെ തണുപ്പ് അകറ്റാനുള്ള വസ്ത്രം എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി ചിരിക്കുക മാത്രം ചെയ്തു. ലേക്കിൻ ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ജബ് റാണി സേ മിൽനെ ഗയെ, റാണിയെ കാണാൻ പോയപ്പോൾ റാണിക്ക് ദർബാർ മേ മേസാ ജാനാ തോ അദബ് കായദേ കെ ഖിലാഫ് താ, റാണിയുടെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ഒരു മുണ്ട് മാത്രം വസ്ത്രമാക്കിക്കൊണ്ട് പോകുന്നത് അദബ് കായതയാണ്. അദബ് കായതയ്ക്ക് ഖിലാഫ് താ, അദബ് കായതയ്ക്ക് എതിരാണ്, ഗുഡ് മാനേഴ്സിനെതിരാണ്, നല്ല പെരുമാറ്റത്തിന് എതിരാണ്. ഗാന്ധിജി ആരുടെ കൊട്ടാരത്തിലേക്ക്? റാണിയുടെ, ഇംഗ്ലണ്ടിൽ രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഒരു വസ്ത്രം മാത്രം ധരിച്ച് പോവുക. തോ കിസിനെ പൂച്ചാക്കി, ആരോ ചോദിച്ചു ഗാന്ധിജിയോട്, ഇത്തനെ കം കപ്പടോമേ ദർബാർ മേ കൈസേ ജാവോഗെ, ഇത്ര കുറച്ച് വസ്ത്രങ്ങൾ അണിഞ്ഞ് താങ്കൾ എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് പോകുക എന്ന് ആരോ പരിഹസിച്ചുകൊണ്ട് ഗാന്ധിജിയോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം എന്താണ് ഉത്തരം പറഞ്ഞത്? തോ ബോലെ, ഗാന്ധിജി പറഞ്ഞു, ഫിക്കർ മത് കരോ, ഭയപ്പെടേണ്ട, പേടിക്കണ്ട. തുമാരെ രാജാനെ ഹം ദോനോങ്കെ ബരാബർ കപ്പടെ അകേലെ ഹി പഹൻ രഹേ ഹോങ്കെ, നിങ്ങളുടെ രാജാവ് നമ്മൾ രണ്ടുപേരും ധരിക്കേണ്ട വസ്ത്രം ഒറ്റയ്ക്ക് തന്നെ ധരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ഗാന്ധിജി തിരിച്ചും പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി അത് വളരെ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലണ്ടിൽ രാജാവ് ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയും കൂടിയാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ? അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം നന്നായിട്ട് മനസ്സിലായല്ലോ. നമ്മൾ ഈ പാഠഭാഗം 2 എപ്പിസോഡുകളായിട്ട് 2 ക്ലാസ്സുകളായിട്ടാണ് ചെയ്യുക. ആദ്യത്തെ ക്ലാസ്സാണ് ഇവിടെ തീർന്നത്. രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും അതും കാണണം. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? ഗാന്ധിജി എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ഗാന്ധിജിയായി മാറിയതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിലുള്ള ഗാന്ധിജിയുടെ വസ്ത്രധാരണം, അതായത് ഒരു മുണ്ട്, തോറത്ത്, ഊന്നുവടി, ഈ ഒരു വേഷവിധാനത്തിലേക്ക്, ഈ ഒരു വസ്ത്രധാരണത്തിലേക്ക് ഗാന്ധിജി എങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയന്നിരുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ അത്ര സമർത്ഥനല്ലായിരുന്ന ഗാന്ധിജി മുതിർന്നപ്പോൾ, അദ്ദേഹം വളർന്ന് വലുതായപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അതായത് ബ്രിട്ടീഷുകാർ പോലും അദ്ദേഹത്തെ ഭയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മഹത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പാത വളരെ പതുക്കെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ഗാന്ധിജിയായി മാറിയതല്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക, പാഠങ്ങൾ പഠിക്കുക,
അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളും മഹത്വത്തിലേക്കും ഉയർച്ചകളിലേക്കും എത്തിച്ചേരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗം നമുക്ക് തുടർന്ന് പഠിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ക്ലാസ് നല്ലതായിരുന്നോ മോശമായിരുന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, നമസ്കാരം.